നമ്മൾ അടിസ്ഥാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കുടുംബം, ദൈവസഭ, ദൈവം, ഇത് ദൈവം വെച്ചേക്കുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ്. ഇതിനെ ഇളക്കിയിട്ട്, ഇതിനെ ഉപദ്രവമായി ചെയ്തിട്ട്, ഇതിനെ നശിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാത്തിരിക്കണ്ട എന്നാണ് പറഞ്ഞത്. So that is what I was trying to tell you all, that foundations like family, church, if you try to break it out of it or you destroy it, do not expect any miracle from God. അടുത്തിരിക്കുന്ന കൈ ഒന്ന് മുഖത്തോട്ട് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാട്ട്, അടിസ്ഥാനങ്ങൾ ശ്രദ്ധിക്കേണ്ടവയാണ്, കെയർഫുള്ളാണ്. Look to the person who is nearby and tell that person that you need to be careful with the foundation. ഈ ഫൗണ്ടേഷനും വാതിലും തമ്മിൽ ബന്ധമുണ്ട്. There is a connection between the door and the foundation. ഫൗണ്ടേഷൻ ക്ലിയർ ആയാൽ വാതിലുകൾ ഫിറ്റ് ആകും. And when there is foundation, that's when the doors are set up. നാം ഒരു വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ്. And therefore we all are people who pray that let there be a door that is going to open for us. പ്രാർത്ഥിക്കാത്ത, അത് ലഭിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരും തന്നെ ലോകത്തില്ല. There isn't anybody who doesn't want a door to open for them. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ശുശ്രൂഷയുടെ വാതിലായിരിക്കാം, കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ വാതിലായിരിക്കാം, എന്തുവായാലും ഒരു വാതിൽ, ഒരു അത്ഭുതത്തിന്റെ വാതിൽ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാണ് നാം ഇവിടെ നിൽക്കുന്നത്. We all are here with great expectations that let there be a door that may open, perhaps for your work, for us, for your career, or for your children's future. But we are expecting a door. വാതിലുകൾ തുറക്കാൻ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫൗണ്ടേഷൻ കൃത്യമാണെങ്കിൽ വാതിൽ സ്വതവേ തുറന്നു വരും. Those who are praying that let there be a door that opens for you, then you need to be careful. If your foundation is right, door will open for you automatically. ഈ ബൈബിളിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഈ സന്ദേശം ദൈവം ഇങ്ങനെ വെച്ചേക്കുകയാണ്. From Genesis onwards till Revelation, this message, this foundational key message God has shown throughout these books. ആദാം ഹവ്വ ദമ്പതിമാർ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഫൗണ്ടേഷൻ ഇളക്കി. Adam and Eve, in connection, in relationship with God, they removed the foundation. ബൈബിൾ പറയുന്നു, ഫൗണ്ടേഷനെ തൊട്ടപ്പോൾ അവരെ കിഴക്കേ വാതിലിന് പുറത്തേക്ക് കൊണ്ടുവന്നു, വാതിൽ അടച്ചു, അവിടെ ദൂതനെ വാളുമായി നിർത്തി. അവരുടെ മുമ്പിൽ വാതിലുകൾ അടയപ്പെട്ടു. കാരണം ഫൗണ്ടേഷൻ ഇളക്കിയത് അവരുടെ മുമ്പിൽ വാതിൽ അടയാനുള്ള കാരണമാണ്. So when Adam and Eve, in relation to God, destroyed the foundation, what happened? That they were chucked out of the east gate, and the gate was shut before them. An angel was set up with a sword to guard the gate. നാം എത്രത്തോളം ബൈബിൾ ഫൗണ്ടേഷന്, അടിസ്ഥാനത്തിന് പ്രത്യേകത വളരെ കൊടുക്കുന്ന പുസ്തകമാണ്. Bible is a book that gives great emphasis on foundation. വാതിൽ, നാം കാണുന്ന വാതിലിന് പ്രത്യേകത കൊടുക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനേക്കാൾ കാണാത്ത ഫൗണ്ടേഷന് പ്രത്യേകത കൊടുക്കുക. We need to give more importance to the foundation that we cannot see, to more than the door that we can see. അത് സഭയോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ഇങ്ങനത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾക്ക് നീ എത്രയും വാല്യൂ കൽപ്പിക്കുമോ അത്രയുമാണ് നിന്റെ മേൽ, നിന്റെ വാതിലിനെ ദൈവം അനുഗ്രഹിക്കുന്നത്. The more you give value to the foundation in relation to your family, in relation to God, in relation to the church, God is going to more so open doors for you. ദൈവമേ, എനിക്കൊരു വാതിൽ തുറക്കണമേ എന്ന് ഈ പുസ്തകത്തിൽ നോക്കിക്കൊണ്ട് ഞാൻ പറയുമ്പോൾ ഈ പുസ്തകം തിരിച്ചെന്നോട് പറയുന്നു, പോയി ഫൗണ്ടേഷൻ ശരിയാക്കിയിട്ട് വാടാ. When you look to the Bible and ask God, open a door for me, the book will reply back to you telling, go and set your foundation right. നാം കാണുന്ന വാതിലിനെ ശരിയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നു. ദൈവം കാണാത്ത അടിസ്ഥാനത്തെ ശരിയാക്കാൻ വേണ്ടി നിന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നു. The door that is in front of our eyes, for which we continuously pray, Lord, set up a door for us, open a door for us, make this door proper for us. God instead wants us to set
in order the foundation on which this door is in front of you. അടിസ്ഥാനവും വാതിലും തമ്മിൽ ബന്ധമുണ്ട്. There is a connection between foundation and the door. അടിസ്ഥാനം റെഡി ആയാൽ വാതിൽ തുറന്നിരിക്കും. If the foundation is ready, the door will automatically open for you. എന്റെ കൂടെ അങ്ങനെ തന്നെ സമ്മതിക്കുന്നവരെന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യുക. Those who believe this message, can you for a moment praise Lord Jesus? നിങ്ങൾക്കറിയാമോ ഈ പുസ്തകത്തിൽ പല ഫൗണ്ടേഷനുകളെ കുറിച്ച് പറയുന്നുണ്ട്. Do you know that in this book there are many types of foundations? ശലോമോൻ ഒരു ആലയം പണിതു. Solomon built a temple. 1 രാജാക്കന്മാർ 7-ാം അധ്യായത്തിൽ അതിന്റെ ഫൗണ്ടേഷനിൽ കയറ്റിയതിനെ കുറിച്ച് പറയുകയാണ്. 1 രാജാക്കന്മാർ 7-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിൽ. In the book of 1 Kings chapter 7, its 9th and 10th verse, we see about it. ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി അകവും പുറവും ഈർച്ചവാൾ കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ലുകൊണ്ടായിരുന്നു. അന്നേരം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് അടിസ്ഥാനത്തിൽ പോകുന്നതാണ്, ഫൗണ്ടേഷനിൽ പോകുന്നതാണ്, ആളുകൾ കാണാത്ത സ്ഥലത്ത് പോകുന്നതാണ്. പക്ഷെ ആ കല്ല് പോലും ശലോമോന് നിർബന്ധം ഉണ്ടായിരുന്നത് വിശേഷ കല്ലുകൾ തന്നെ ആയിരിക്കണം. ഈ കാണാത്ത കാര്യത്തിന് എന്തിനാ ശലോമോനെ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? അത് തോന്നിയത് വെട്ടി വെച്ചാൽ പോരായോ? അത് കിട്ടിയത് വെച്ച് പണിതാൽ പോരായോ? മേളിലോട്ടുള്ള പണിയെ നമ്മൾ ആളുകളെ കാണിക്കുന്നത് മാത്രം പോരായോ? നല്ല പോലെ ചെയ്യുന്നത്, അടിസ്ഥാനത്തിൽ പോകുന്നത് തോന്നിയത് വെച്ച് ചെയ്താൽ പോരായോ? അല്ലല്ലല്ല, ഇത് പണിയുന്നത് പെട്ടിക്കടയല്ല, ഇത് യഹോവയുടെ ആലയമാണ്. അതുകൊണ്ട് അടിസ്ഥാനം വിശേഷ കല്ലുകളാൽ തന്നെ. So hear this carefully. The stones that Solomon used were special and they were very much taken care before they could lay. They looked after what stones are there. And my question to Solomon was, why are you, Solomon, taking so much effort to lay this foundation with these costly stones? You could have done with something not so important, so valuable. But here we need to know that Solomon will tell, I'm not building a small shop at the corner of the road, but I'm building the temple of God. Therefore, this foundation should be the most strongest and most powerful. വിശേഷപ്പെട്ട കല്ലുകളാൽ അടിസ്ഥാനം. With costly stones. മനോഹരമായ ബിൽഡിങ്ങിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മനോഹരമായ അടിസ്ഥാനം ഉള്ള ആളുകൾ. More than a beautiful building, the foundation should be much more better. ഈ പുസ്തകം ഇങ്ങനത്തെ വലിയ ഫൗണ്ടേഷന് പിന്തുണ കൊടുക്കുന്ന പുസ്തകമാണ്. And this book gives great importance to such good foundation. അടിസ്ഥാനം ഇളക്കിയിട്ട് ബൈബിൾ പറയുന്ന അടിസ്ഥാനം ഇളകിയ നീതിമാൻ പിന്നെ എന്തോ ചെയ്യുമെന്നാണ്. Our Bible says that if the foundations are broken down, then what will the righteous do? നിങ്ങൾ ഇനിയും ദൈവം അങ്ങ് പുതിയ യെരൂശലേം പണിയുന്നതിനെ കുറിച്ച്, ഈ യാസന്റെ ഭാവിയിൽ വെളിപ്പെടാൻ പോകുന്ന പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ 12 തരത്തിലെ രത്നക്കല്ലുകളാണ് ഈ അടിസ്ഥാനത്തിൽ ഇട്ടേക്കുന്നത്. കർത്താവെ, ആരും കാണാത്ത ഭൂമിക്കടിയിൽ പോകുന്ന കാണാത്ത അടിസ്ഥാനം എന്തിനാ ഇത്രയും രത്നക്കല്ലുകൾ ഇടേണ്ട ആവശ്യം? പക്ഷേ ഇതിൻ്റെ ബിൽഡിങ്ങെ തീർത്താൽ പോരായോ, ഭിത്തിയെ തീർത്താൽ പോരായോ, വാതിലെ തീർത്താൽ പോരായോ? അല്ല, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അവൻ അടിസ്ഥാനം ഫൗണ്ടേഷനെ നോക്കി ബിൽഡിങ് സെറ്റ് ചെയ്യുന്നയാളാണ്. If you look at about the future, about the prophecy of the building of Jerusalem, we see that God is using 12 special stones to lay the foundation. There we can again ask God, why are you taking so much effort to build such a good foundation? He would say that more than the appearance, more than the building, foundation is important. ചേർന്ന് പറഞ്ഞാട്ട് വിശേഷ കല്ലുകൾ. Everyone say with me, special stones. സ്പെഷ്യൽ സ്റ്റോൺ ആയിരിക്കണം. We should lay our foundation with special stones. ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്പെഷ്യൽ സ്റ്റോൺ ആയിരിക്കണം. In relationship with God, it should be special stones that we lay our foundation. ഒന്നാമത്തെ കാര്യം ദൈവമായിരിക്കണം. First thing is that for you, it should be God. അവിടെ നീ കോംപ്രമൈസിന് പോകരുത്. Do not compromise in that matter. ഞാൻ ഈ ദിവസങ്ങളിൽ ഇതിനകത്ത് ഒത്തിരി പേരുടെ ഈ ദിവസങ്ങളിൽ കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരാളല്ല ഒരു 6-7 പേരോട് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെട്ടതും മറച്ചു വെച്ചിട്ട്
ഒളിച്ചു പോയി സ്നാനപ്പെട്ട് വാതിലിന് പ്രാർത്ഥിക്കാൻ പിന്നെ ഇവിടെ വന്നേക്കരുത്. കാരണം അടിസ്ഥാനം പൊളിച്ചാൽ സകലതും പൊളിഞ്ഞെന്നാണ്. So in these days I've been talking about to people regarding marriages and wedding. ജോലി ചെയ്യുന്നിടത്ത് കുടുംബക്കാരുടെ മുമ്പിൽ ഇതൊക്കെ മറച്ചു വെക്കേണ്ട സാധനമല്ല. Being saved, taking baptism isn't something that you are supposed to hide it at the place where you are working, or from your family members, or from the person whom you are going to get married. നിന്റെ കോളേജ് അറിയണം, നിന്റെ യൂണിവേഴ്സിറ്റി അറിയണം, നീ കർത്താവിന്റെ പുറകെ നിൽക്കുന്ന പാർട്ടിയാണെന്ന്. Your college should come to know, your university should come to know, your workplace should come to know that you are a person who lives for the Lord. നീ നിന്റെ കൂട്ടുകാർ അറിയണം, നീ കർത്താവിന്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന്. Your friends should know that you have a Lord. എന്റെ കൂടെ സമ്മതിക്കുന്നവർ മാത്രം കർത്താവിനെ. Those who can accept with me, can you say it? ഞാൻ ഈ ആഴ്ചയും വലിയ ഫോം പ്രസംഗമല്ല, ഇത് എന്താ പറയുക, ക്രമമാക്കുന്ന സന്ദേശമാണ് ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നത്. Even today, this week also, I'm not interested in speaking something very special or great message, but instead ഭയങ്കര വെളിപ്പാടൊന്നുമല്ല. പക്ഷേ ഇത് ഏറ്റെടുക്കുന്ന ചിലർ ഇതിനകത്തുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ this isn't a great revelation or new revelation, but this message is gonna strengthen you, empower you, and set you stable. നീ ദൈവത്തിന്റെ മുമ്പിൽ ഒരു സ്പെഷ്യൽ കല്ലിടുക. In relation to God, you should lay a foundation with special stones. എങ്കിൽ നിന്റെ വാതിലുകൾ പൊങ്ങുമ്പോൾ അതിനകത്തേക്ക് മഹത്വം ഇറങ്ങി വരും. And then when your doors are raised up, then you will see the glory of God descending in നിന്റെ it. വാതിലുകൾക്കകത്ത് മഹത്വം നിയന്ത്രിക്കാൻ ഇറങ്ങി വരും. You will see that inside those doors, glory coming down. ശലോമോന്റെ ആലയത്തെക്കുറിച്ച് നമുക്കറിയാം, അതിനകത്ത് മഹത്വമാണ് ഇറങ്ങി We വന്നത്. know regarding the temple that Solomon built, that when the doors were raised up, when the building was raised up, the glory descended into it. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ 2 ദിനവൃത്താന്തം 8:16 വായിക്കുന്നു, ഈ ദൈവം ഈ അടിസ്ഥാനം ഇട്ടപ്പം മുതൽ അത് തീർക്കുന്ന നാള് വരെ ദൈവം അതിനൊരു സംരക്ഷണം കൊടുത്തെന്ന്. 2 Chronicles 8:16 say that from the day the foundation was laid until the day when the building was finished, God gave a protection to the whole process. സാധ്യമായി വന്നെന്നാണ് നമുക്ക് മലയാളത്തിൽ കിട്ടിയത്. പക്ഷെ അത് ദൈവം അതിനെ പ്രൊട്ടക്ട് ചെയ്തെന്നാണ്. It says that God protected the whole process. യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനം ഇട്ട നാൾ മുതൽ അത് തീരും വരെ, എല്ലാവരും പറഞ്ഞിട്ട് തീരും വരെ. From the day when the foundation of the temple was laid, ഫൗണ്ടേഷൻ ഇട്ടത് മുതൽ തീരും വരെ. the day the foundation of the house of the Lord was laid until it was finished, അതിനുമേൽ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ദൈവം വെക്കുകയാണ്. God brought a special protection over it. ഇതിനകത്ത് ഇരിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിച്ചു പറയുക, ഈ ദിവസങ്ങളിൽ ചിലർ എടുത്ത തീരുമാനങ്ങളുടെ മേൽ ആ അടിസ്ഥാനം വെച്ചപ്പോൾ മുതൽ നിന്റെ കുടുംബത്തിന് മേൽ അത് തീരും വരെ ഒരു കൊറോണയും നിന്നെ തൊടത്തില്ല, ഒരു പകർച്ചവ്യാധിയും നിന്നെ അടിക്കത്തില്ല, ഒരു കാലവർഷവും നിന്നെ എടുത്തോണ്ട് പോകത്തില്ല. ഇത് തീരും വരെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ സംരക്ഷണം നിനക്ക് അനുഭവിക്കുന്ന വിധത്തിൽ അവൻ വെക്കാൻ പോകുകയാണ്, വെച്ചിരിക്കുകയാണ്. Let me prophesy to some of you here that these days the people who have taken decision, who have laid foundation, I want to tell you this, from the time of your laying foundation till the time it is finished, God will give you the protection that you need. No corona, no plague, no death will touch you. He will make sure that you accomplish your goal. നീ ദൈവസന്നിധിയിൽ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ആ അടിസ്ഥാനങ്ങൾ ക്രിസ്തീയ ഫൗണ്ടേഷന് തന്നെ ഞാനും എൻ്റെ കുടുംബവും എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ, ആ ആഗ്രഹം കൃത്യമാണെങ്കിൽ ദൈവം മുമ്പിൽ അത് പാസ്റ്ററെ കാണിക്കാനോ ഭാര്യയെ കാണിക്കാനോ ഭർത്താവിനെ കാണിക്കാനോ നിന്റെ ലീഡറെ കാണിക്കാനോ അല്ല, നിന്റെ ഹൃദയത്തിൽ നിന്നാണ് അത് കൃത്യമാണെങ്കിൽ ആ എടുത്ത തീരുമാനം എടുത്ത നാൾ മുതൽ അത് തീരും വരെ ദൈവം നിന്നെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്.
പ്രൊട്ടക്ഷന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും ഇറങ്ങി നിൽക്കാൻ പോകുന്നു. These days, if you have taken a decision and if that decision is genuine, it isn't to show off to your husband, or it isn't to show off to your pastor or to your leader, but the decision is genuine. I want to tell you, from the time you have taken the decision till the time it is finished, God is gonna give you protection. He's gonna appoint angels of protection. എല്ലാവരും പറഞ്ഞു സംരക്ഷണം ഉണ്ടെന്ന് പറ. Everyone say with me, there is protection. അടിസ്ഥാനമുള്ളവന് സംരക്ഷണമുണ്ട്. That which has foundation has protection. അടിസ്ഥാനമുള്ളവന് ദൈവം സംരക്ഷണം വെച്ചേക്കുകയാണ്. Those who have foundation, God has appointed protection. അവൻ തൂവല് കൊണ്ട് മറയ്ക്കുന്ന ദൈവമാണ്. He's a God who covers us with feathers. നീ വലിയ മിടുക്കനാണ്, നിന്റെ പണത്തിനും നിന്റെ ഈ ആളുകളെ വലിയ വലിയ VVIPകളെ മറയ്ക്കുന്നത് ഫാറ്റൻ്റെ അങ്ക് വെച്ച് മറയ്ക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പട്ടാളക്കാരെയും മിലിറ്ററിയെ നിർത്തി മറയ്ക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കർത്താവ് ഫൗണ്ടേഷൻ ഉള്ളവരെ ഫാറ്റൻ്റെ അങ്ക് വെച്ചിട്ടല്ല, തൂവല് വെച്ച് മറയ്ക്കും. ഒരു ക്യാൻസറും കൊണ്ടുപോകത്തില്ല, ഒരു ശാപവും ഏക്കത്തില്ല. വലത്ത് 1000, ഇടത്ത് 10,000, ഇടത്ത് 10,000, വലത്ത് 1000, 10,000 വീണാലും അത് നിന്നോട് അടുത്തു വരാതെ സൂക്ഷിക്കാൻ അറിയാവുന്ന ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. You may be smart, you may have army around you, you may have tanks, you may have guns to protect you, but let me tell you this for sure, that those who have laid their foundation properly, for them God is gonna cover them with his feather and will protect. And no cancer, no corona, no plague will touch any of them. 1,000 may fall at one side, 10,000 may fall at your right side, but nothing shall touch you because he covers you with his feather. നീ കഴിച്ച ഓർഗാനിക് ഫുഡിന്റെ എഫക്റ്റ് അല്ല നിന്നെ വെച്ചേക്കുന്നത്. It isn't the organic food that you are eating, that's why you are having the health that you have. നിന്റെ അടിസ്ഥാനത്തിന് മേൽ ദൈവം ഒരുക്കിയ സംരക്ഷണമാണിത്. It is the protection that you get through the foundation that you have laid. നീ പോലും കാണാത്ത തൂവല് വെച്ചവൻ മറച്ചു പിടിച്ചേക്കുകയാണ്. The protection that you cannot see with your own eyes, that is the protection of the feathers. നിന്റെ തലമുറയെ ഒന്നും കേടുപറ്റാതെ സൂക്ഷിച്ചത്, യുദ്ധങ്ങൾക്ക് നടുവിൽ ആ രോഗങ്ങൾക്ക് നടുവിൽ സൂക്ഷിച്ചത് അവന്റെ തൂവലിന്റെ സ്പർശനമാണ്, തൂവലിന്റെ കരുതലാണെന്ന് മനസ്സിലാക്കിയവർ ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചു. Your children who were protected in the war, your children who were protected in the plague, it isn't because of their ability, but it is because of the feathers that cover you that protected them. And those who have the heart of gratitude, can we shout thank you to the Lord? ഈ ശലോമോൻ ആലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ദൈവം ചെയ്ത കാര്യം അതേ അധ്യായത്തിൽ 8:18 വാക്യം ദൈവം ചെയ്തൊരു അത്ഭുതം. 8:18 വാക്യം. When Solomon laid the foundation and built the temple, there is a miracle that God did. It's in the 18th verse of the same chapter. എന്നാൽ യഹോവ തന്റെ അപ്പനായ 18 വാക്യം 2 ദിനവൃത്താന്തം 8:18. നമ്മൾ വായിച്ചത് 8:16 തോന്നുന്നു. 18. ഹൂരാം തന്റെ ദാസന്മാരുടെ ആലയത്തിന് അടിസ്ഥാനമിട്ട നാൾ മുതൽ അത് തീരും വരെ ശലോമോന് അതിന്റെ 18 വാക്യം. ഹൂരാം തന്റെ ദാസന്മാർ മുഖാന്തരം കപ്പലുകളെയും സമുദ്ര പരിചയമുള്ള ആളുകളെയും അവന്റെ അടുക്കൽ അയച്ചു. നീക്കുള്ള കേൾക്കണേ, നീ അതിനുവേണ്ടി ശ്രമിക്കേണ്ട. ഫൗണ്ടേഷൻ കയറിയാൽ സീൽ പരിചയമുള്ള ആളുകൾ, സമുദ്ര പരിചയമുള്ളവർ, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നിന്റെ അരികിലേക്ക് വരാൻ പോകുകയാണ്. ഞാൻ ഇതിനകത്ത് ചിലരോട് പ്രവചിച്ചു പറയുകയാണ്, നിന്റെ ബിസിനസ്സിന് വേണ്ടി നീ ഒന്നും ചെയ്യേണ്ട. ഫൗണ്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെ ദൈവം എത്തിക്കും. എക്സ്പീരിയൻസ് ഉള്ളതിനെ ദൈവം തരാൻ പോകുകയാണ്. വിശ്വസ്തരായോ എക്സ്പീരിയൻസ് ഉള്ള ഇതിനകത്ത് ഞാൻ ചിലരോട് പ്രവചിക്കുകയാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ദൈവം തരാൻ പോകുകയാണ്. എന്ന് വെച്ചാൽ ഈ കടലിനെ കുളിച്ച് നല്ല നോളജ് ഉള്ള പാർട്ടികൾ,
So here we see that when he laid the foundation properly, he is getting help from the person who knows well about the sea, and Hiram sent to him by the hand of his servantships and servants familiar with sea. They went to Ophi together with the servants. So, സിയെ കുറിച്ച് നല്ല നോളജ് ഉള്ള ആളുകള് നിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. so because he laid good foundation, God sent people who are knowledgeable about sea to him. In the same way, in your business, in your family, God is going to send experienced people. ഇന്നലെ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ആളുടെ പേര് പറയുന്നില്ല, ഒരു ബിസിനസ്സുകാരൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഫോണിൽ ഈ എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല, എൻ്റെ നമ്പറിനകത്ത് വിളിച്ച് അദ്ദേഹം ഒപ്പിച്ച് എന്നെ കൊണ്ട് എടുപ്പിച്ച് ഫോണ് തുടരെ വിളിച്ച്, എനിക്ക് തോന്നുന്നു 60-ലധികം തവണ വിളിച്ച് എന്നെ കൊണ്ട് ഫോൺ എടുപ്പിച്ച്, എന്നിട്ട് അദ്ദേഹം ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ കൂടെ യാത്ര ചെയ്ത ആളും ഫോൺ അങ്ങോട്ട് മേടിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ല ചെയ്യേണ്ടത്. ഇദ്ദേഹത്തിന് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതാണെന്ന് അറിയില്ല, പക്ഷേ അദ്ദേഹത്തിന് ക്ലാസ് കൊടുക്കുകയാണ്. ഈ പറയുന്ന ആളൊരു ബിസിനസ്സുകാരനാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞു ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ല ചെയ്യേണ്ടത്, നീ എൻ്റെ ഭാഷയെ പറഞ്ഞ ഇതിനെ അദ്ദേഹം പറഞ്ഞ വാചകത്തെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ലാംഗ്വേജിൽ കൊണ്ടുവരികയാണ്. നീ അടിസ്ഥാനം ക്ലിയർ ആക്കിയാൽ നിന്റെ ബിസിനസ് വളർന്നോളും. അതിനുവേണ്ടി കുറുക്ക് വഴി ഒന്നും ചെയ്യണ്ട. ഇന്ന് പ്രവചിച്ചു പറയുകയാണ്, എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൈകൊണ്ട് തരും. വീട് വെച്ച് പരിചയമുള്ളവര് ദൈവം കൊണ്ട് തരും. ഈ നിങ്ങൾ ശ്രദ്ധിച്ച ഞാനിത് ഈ വാക്യം ഇതുപോലെ പിടിച്ച ആളാണ്. ഈ ഹോള് നിങ്ങൾ പഴയ ഹോള് വന്ന് കണ്ടാൽ, പഴയ ഹോള് കണ്ടിട്ടുള്ളവർ ഈ ഹോള് കണ്ടാൽ ശരിക്കും എനിക്ക് 2 ഷെയ്ക്കാൻഡ് തന്നിട്ടേ പോകത്തുള്ളൂ. കാരണം ഇതിങ്ങനെ ആക്കിയെടുക്കാൻ പറ്റില്ല. ഇതിനകത്ത് വലിയ എഞ്ചിനീയർമാർ നിന്നത് കൊണ്ടല്ല, ഇതിനകത്ത് പരിചയമുള്ള പാർട്ടികളെ ദൈവം കൊണ്ട് തന്നു. ചെയ്തപ്പോൾ അവർക്ക് ഈ ദാവീദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദാവീദാണ് കാട്ടിൽ നിന്ന് വന്ന ആളാണ്. പുള്ളി കൊട്ടാരം പണിയാൻ പോയാൽ തട്ടുകട പോലിരിക്കും. പുള്ളിക്ക് കൊട്ടാരം പണിയാൻ വേണ്ടി രാജാക്കന്മാരുടെ അടുത്തു നാളെ വിട്ടു ദൈവം. ഇതിപ്പം ഞാനിവിടെ ഹോള് പണിയാൻ പോയാൽ നിങ്ങൾ അങ്ങ് കണ്ട ഹോളിനേക്കാൾ ഇതിൻ്റെ വൃത്തി ചെറുതായിരിക്കും. കാരണം എങ്ങനെയും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാനേ നോക്കത്തുള്ളൂ. പക്ഷേ ഇതിനകത്തേക്ക് ദൈവം ചിലരെ പരിചയമുള്ളവരെ കയറ്റി. അവർക്ക് പരിചയം കോളേജ് പണിതാണ്, അവർക്ക് പരിചയം ഓഡിറ്റോറിയം പണിതാണ്. അത് ചെറിയ കേസ് പണികൾ എടുക്കാത്ത ആളുകൾ, അവർ ചെറിയ പണികൾ എടുക്കത്തേ ഇല്ല. അങ്ങനെയുള്ള ആളുകൾ ഇതിനകത്തേക്ക് വന്ന് കയറി. പിന്നെ അവർ സംസാരിക്കുന്ന കണ്ടപ്പോൾ ഇത് എൻ്റെ ഹോളാണെന്നോ പുള്ളിയുടെ ഹോളാണെന്നോ എന്ന് എനിക്ക് ഡൗട്ട്. കാരണം പിന്നെ എന്നോട് ചോദിക്കാതാണ് ഇവിടുത്തെ പല പണികളും നടന്നേക്കുന്നത്. ചോദിച്ചാൽ ഇങ്ങനെ ആകാൻ ചാൻസ് ഇല്ല. കാരണം അതിനകത്ത് ഒരാൾ അടുത്ത ആഴ്ച നമ്മുടെ കൂടെ വരുന്നുണ്ട്. അത് ഭാഷ വിട്ട ആളുകൾ വന്നു, ഈ കേരളത്തിനകത്തുനിന്ന് ആളുകൾ വന്ന് അവർ സെറ്റ് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് സമുദ്ര പരിചയമുള്ള ആളുകളെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അത് ദൈവം അയച്ചു വരുമ്പോൾ അവർ വന്ന് കൈ തൊട്ടാൽ കണ്ടാൽ അത്ഭുതപ്പെടുന്ന വിധത്തിൽ ചിലരെ ദൈവം നീയുമായിട്ട് മുട്ടിക്കാൻ പോകുകയാണ്. ഇതുവരെ നീ കണ്ടത് നിന്നെ പറ്റിച്ചോണ്ട് പോകുന്നവർ, ചതിച്ചോണ്ട് പോകുന്നവർ, നിന്നെ കബളിപ്പിച്ചോണ്ട് പോകുന്നവർ, നീ 1000 പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാകാത്തവർ. പക്ഷെ ദൈവം നിന്റെ മുമ്പിൽ അടിസ്ഥാനം ക്ലിയർ ആക്കിയാൽ നിന്റെ മുമ്പിലേക്ക് ആളെ വിടാൻ പോകുകയാണ്. സിയെ കുറിച്ച് നോളജ് ഉള്ള ആളുകൾ, സമ്പത്തിനെ കുറിച്ച് നോളജ് ഉള്ള ആളുകൾ, അത് എങ്ങനെ വിനിയോഗിക്കണം, ദൈവരാജ്യത്തിൽ എങ്ങനെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പരിചയമുള്ള ആളുകളെ നിന്റെ അടുത്തേക്ക് വിടാൻ പോകുകയാണ്. അത് മാത്രമല്ല, ആത്മീയത്തിൽ പരിചയമുള്ള ആളുകൾ, നിന്നെ മെരുക്കാൻ അറിയാവുന്ന ആളുകൾ, നിന്റെ പ്രവചനത്തെ കത്തിക്കുന്ന ആളുകൾ, നിന്റെ രോഗശാന്തിയെ തീ പിടിപ്പിക്കുന്ന ആളുകൾ, ഇങ്ങനെ പരിചയമുള്ള ആളുകളുമായി ദൈവം നിന്നെ മുട്ടിക്കാൻ പോകുകയാണ്, കണക്ട് ചെയ്യാൻ പോകുകയാണ്. ഈ സീസൺ അതിൻ്റെതാണ്. പരിചയമുള്ള ആളുകൾ, മെഗാ ചർച്ചിന്റെ പാസ്റ്റേഴ്സ്, ഏതാ വലിയ സഭ നടത്തി പരിചയമുള്ള ആളുകൾ. ഞാൻ
വലിയ ചർച്ചയാകാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആദ്യം ചെയ്യുന്ന പണി എന്തോന്നറിയോ? ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം ആദ്യം ചെയ്യുന്ന പണി ആ പ്രാർത്ഥിച്ചതല്ല നടത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട ആളുകളെ എൻ്റെ അടുത്തേക്ക് വിടാറുണ്ട്. അടുത്ത ആഴ്ചയിൽ പെഗോ ചർച്ചിൻ്റെ പാസ്റ്റർ വരികയാണ്. എനിക്ക് മനസ്സിലാകുന്നത് പരിചയമുള്ള ആളുകൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരിചയമുള്ളവരെ ദൈവം നമ്മുടെ ഇടയിലേക്ക് വിടുകയാണ്. എൻ്റെ കൂടെ സമ്മതിക്കുന്നവർ കർത്താവാണിത് സംസാരിക്കുന്നതെന്ന്. I prophesy to people who are in businesses. I prophesy to those people who are in ministry, who are in spiritual ministry, that those people who are familiar, who are knowledgeable, who are experienced, as with Solomon, the people from the sea came to him, in the same way they are going to come to you. ഒന്ന് കര ഉയർത്തി കർത്താവിനോട് പറഞ്ഞിട്ട് അങ്ങനത്തെ ആളുകളെ എൻ്റെ ജീവിതത്തിലേക്ക് വിടാൻ പോകുന്നതിന് സ്തോത്രം. I thank Lord for you are sending me such people into my life. പ്രാർത്ഥിച്ച് പരിചയമുള്ളവർ, അത്ഭുതങ്ങളിൽ പരിചയമുള്ളവർ, വീര്യപ്രവൃത്തി കണ്ടു പരിചയമുള്ളവർ, എക്സ്പീരിയൻസ് ആയ ആളുകൾ, ദൈവത്തിൽ നിന്ന് ദൈവശബ്ദം കേട്ട് പരിചയമുള്ളവർ, ഇത് തോന്നിയവരല്ല, ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പരിചയമില്ലാത്ത ആളുകളല്ല. ഏതാ മറിയയുടെ അടുത്ത് ഗബ്രിയേൽ വന്ന് നിന്ന് പറയുന്ന ഒരു വാചകം എന്നെ ഈ ദിവസങ്ങളിൽ തൊട്ടോണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മറിയയോട് ദൂത് പറയുന്നതിന് മുമ്പ് ഗബ്രിയേൽ പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഞാൻ തമാശ പറയാൻ വന്നതല്ല, ഞാൻ എന്റർടൈൻമെന്റിന് വന്ന ആളല്ല. ഞാൻ നിൽക്കുന്ന സ്ഥലം യഹോവയുടെ മുമ്പിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, പരിചയമുള്ള ആളാണ്. ഇവിടെ കുഞ്ഞുണ്ടാകാൻ ആണും വേണ്ട പെണ്ണും വേണ്ട, കല്യാണവും വേണ്ട. അവൻ അത്ഭുതത്തിലൂടെ തലമുറ തരുമെന്ന് മറിയേ നീ അറിയണം. Hallelujah. നിന്റെ കുഞ്ഞിന്റെ പഠിത്തം മുടങ്ങിപ്പോയെന്നോ? പരിചയമുള്ളതിനെ ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. God is going to send people who are familiar for each issue that you are facing today. നിന്റെ കുഞ്ഞിന്റെ പഠിത്തം യൂണിവേഴ്സിറ്റി മുടങ്ങിപ്പോയെന്നോ? കർത്താവ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായി നിന്റെ തലമുറ കണക്ട് ചെയ്യാൻ പോകുകയാണ്. ഞാൻ ആരോട് ഇപ്പോൾ പ്രവചിക്കുകയാണ് You may be ചെയ്യുന്നത്. thinking that your children's study is blocked in university. God is going to send you such person who is familiar. കഴിഞ്ഞ ദിവസം ഇതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കുടുംബം വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചെറുക്കന്, പേര് ഞാൻ പറയുന്നില്ല, ചെറുക്കന് ഈ കൊറോണ ആയതുകൊണ്ട് ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല, പക്ഷേ പരീക്ഷ ജയിച്ചു, എക്സ്പീരിയൻസ് ഇല്ലെന്ന്. ഞാൻ ആ കുടുംബത്തോട് മുതൽ ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും പ്രവചിച്ചു പറയുകയാണ്, ഈ വിഷയത്തിൽ പരിചയമുള്ള പാർട്ടികളുമായിട്ട് ദൈവം കൂടെ നിർത്തും. I want to prophesy to people here. യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചതിനേക്കാൾ വലിയത് പരിചയമുള്ള ആളുകൾ നിന്റെ തലമുറയുടെ ചേർന്ന് നിൽക്കാൻ പോകുകയാണ്. Those people who did more than the people who taught you in university. God is going to send people who are familiar and experienced to your life. കർത്താവിനെ കര ഉയർത്തി ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ്, raise your hands and say a thank you. ഇതിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെട്ട് A നിൽക്കും. great presence of God is being എന്റെ revealed here. പ്രസംഗത്തെക്കാൾ ഇതിനകത്ത് ചിലടമേൽ ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകളുടെ മേൽ എന്തോ പ്രൊട്ടക്ഷൻ കൽപ്പിച്ചുകൊണ്ട് ദൈവ മഹത്വം ഇറങ്ങി നിൽക്കുന്നു. പരിചയമുള്ള ആളുകൾ. God is sending people who are experienced into your life. More than the preaching that I do here, God is doing certain things into the lives of people here. പരിചയം, എല്ലാവരും പറഞ്ഞിട്ട് പരിചയമുള്ളവരെ നീ കാണാൻ പോവുകയാണ്. ബിസിനസ് നടത്തി പരിചയമുള്ളവർ, those who are experienced in doing business, they're going to come and connect with you. ദൈവസന്നിധി നിന്ന് പരിചയമുള്ളവർ, those who have been in the presence of God, those who have familiarity with that is going to connect with you. അങ്ങനത്തെ ബന്ധങ്ങളെ ദൈവം തരാൻ പോകുകയാണ്. Lord is going to give you such relationship. വിശേഷ കല്ലുകൾ, Special stones. സ്പെഷ്യൽ സ്റ്റോൺ. Special stones. നിന്റെ ഫൗണ്ടേഷൻ എത്രത്തോളം സ്പെഷ്യൽ സ്റ്റോൺ വെക്കുമോ അത്രത്തോളം The more you take കടലുകൾ കടന്നുള്ള നന്മകൾ നിന്നെ തേടി എത്താൻ പോവുകയാണ്. in choosing the right stones for your foundation, you are going to see that such blessings coming to you that will last generation after generation.
അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞാട്ട് ഫൗണ്ടേഷനുകൾ ഇളക്കരുതെന്ന് പറഞ്ഞാട്ട്. Hold the person's hand nearby you and tell that do not remove or shake the foundation. അത്ഭുതങ്ങൾക്ക് എപ്പോഴും വെറൈറ്റി ഉണ്ടാകും. അത്ഭുതങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, പുതിയത് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ദൈവിക പാറ്റേണുകൾ ദൈവം ഇളക്കാൻ സമ്മതിക്കത്തില്ല. Miracles may come differently, miracles may happen differently, but God, which has determined a certain pattern, He is not gonna leave aside that. കഴിഞ്ഞ ആഴ്ച നമ്മൾ ദൈവത്തെക്കുറിച്ച് കേട്ടു. നമ്മൾ കുടുംബത്തെക്കുറിച്ച് ഇച്ചിരി പറയാനാണ്, കർത്താവിനെ ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. The other day I ministered in relation to the God. Today I want to talk regarding the family. ഫൗണ്ടേഷനുകൾ ഇളക്കരുത്, അത് സാബ പൊളിക്കരുത്. Do not shake the foundation. അത് നിന്റെ കൃപാവരമോ പ്രവചനമോ നിന്റെ ദൈവം തന്ന ഗിഫ്റ്റുകളൊക്കെ വെച്ച് സഭ ഇളക്കാനോ പൊളിക്കാനോ നോക്കരുത്. With your gifts or maybe with your ability. ഞാൻ പറയുന്നത് ഈ ബിൽഡിങ്ങിന്റെ കാര്യമല്ല, ഇതിനകത്തിരിക്കുന്ന ആളുകളുടെ കുഴയ്ക്കാൻ, ആശയക്കുഴപ്പമിടാൻ, ചെതറിക്കാൻ നോക്കരുത്. Do not use to cause divisions, to cause separation, to cause confusion in the congregation. ദശാംശം മോട്ടിക്കരുത്. Do not steal tithe. ആഹാ, അടുത്തിരിക്കുന്ന കയ്യിലോട്ടൊന്ന് പിടിച്ചിട്ട് പറഞ്ഞാട്ട്. Hold the nearby person's hand, tell that do not steal tithe. സഭയുടെ പണം അടിച്ചു മാറ്റരുത്. അതിനെയും ലൈവിലൊക്കെ കാണുന്നവർ നിങ്ങളെ നോട്ടീസ് ഒട്ടിക്കാനോ പോസ്റ്റർ ഒട്ടിക്കാൻ, ഞാൻ പറയുന്നത് വലിയ ഈ എന്തു പറയുന്നത്, ഈ കാത്തലിക് മുതൽ ഇങ്ങോട്ട് താഴോട്ട് ഇതിൻ്റെ പണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഇതേ തൊടരുത്. ഇത് ആറ്റം ബോംബ് കൊണ്ട് നടക്കുന്ന പോലാണ്. ഇത് പ്രശ്നമാണ്. I'm talking about any church that you see outside, from Catholics to up into any church. Do not touch the fund that was given to the kingdom of God, to God. നമ്മളെ ഒത്തിരി പേർ വെളിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ കൂടെ തൊട്ടേ പറ്റൂ. നിങ്ങൾ വലിയ കമ്മിറ്റികളിൽ കയറാൻ ആളുകൾ ഭയങ്കര, ഞാൻ ഈ റോഡ് തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കമ്മിറ്റി കയറാൻ വേണ്ടി നേതൃത്വത്തിനെതിരെ പെന്തക്കോസ്റ്റൽ സഭകളല്ല മത്സരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ കാണാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ദയവ് ചെയ്ത് ഈ നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തൊന്ന് പണം അടിച്ചു മാറ്റുക, ഇതുകൊണ്ട് കുറച്ച് കാശുണ്ടാക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ ഇത് ആറ്റം ബോംബ് പോലാണ്. ഇത് ആറ്റം ബോംബ് പൊട്ടിയാൽ തലമുറകളാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നത്. ഇത് തൊട്ട് കളിക്കരുത്. ഇത് ഫൗണ്ടേഷനാണ്. നിൻ്റെ തലയിൽ നീ ദൈവവും ദൈവഭൃത്യന്മാരും ആയിരിക്കണം. നിൻ്റെ തലയിൽ അവിടുത്തെ കസാരയും അവിടുത്തെ പണസഞ്ചിയും നോക്കുന്നത് യൂദയുടെ സ്പിരിറ്റാണ്, യൂദയുടെ അവസ്ഥയാണ്. So though it's not, I'm not talking about Pentecostal community, but there has been a protest against the leadership of a certain church, and they even blocked in a district against that leadership just to get participation in the community. And if you're looking to get in the community to get control over the fund that the people in the leadership receive and try to use it, let me tell you that it is like playing with fire. It is like playing with atom bomb, and it's not just going to affect you, but it is going to affect generations after you. Playing with the money of God, it's the spirit of Judah, and you will end up like Judah Iscariot. നിന്റെ മാതാപിതാക്കളെ ദീർഘായുസ്സോടെ ഇരിക്കാൻ നോക്കണം, ബഹുമാനിക്കണം. So that you live long, you need to honor your father, mother. ഇത് അടിസ്ഥാനമാണ്. That is a foundation. അത് പഴയ നിയമത്തിലെ ഒരു കൽപ്പനയായിട്ട് മാത്രമല്ല അത് നിൽക്കുന്നത്. You should not just look at it as something, as a commandment from the Old Testament. ദീർഘായുസ്സോടെ ഇരിക്കാൻ കുറേ ഗുളിക കഴിക്കുക, പ്രഷറിന് ഗുളിക കഴിക്കുക, ഷുഗറിന് ഗുളിക കഴിക്കുക, വിടാതെ കഴിക്കുക, ആയുസ് കൂട്ടിക്കിട്ടാൻ ബൈബിള് പറയുന്നത് അവരെ ബഹുമാനിച്ചാൽ ദീർഘായുസ് ഉണ്ടാവും. ഈ പുസ്തകം ഞാൻ
ഒന്നാമത് ഞാൻ ഈ പുസ്തകം വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ എഴുതി കൊടുത്ത ഡോക്ടറുടെ ആ ലിസ്റ്റിനെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. To live long, Bible says that you need to honor father and mother, and therefore I believe this book more than the prescription that the doctor gives for me for my medicine. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, ഡോക്ടർ എഴുതി തന്നതിനേക്കാൾ വലുതാണ് ഈ സാധനം, ഇത് വിശ്വസിച്ച ദീർഘായുസോടെ ഇരിക്കാമെന്ന് പറ. More than what doctor prescribes to you, the medicine that is prescribed in this book is more important. പുറപ്പാട് 20:12 പറയുന്നത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, ദീർഘായുസോടെ ഇരിക്കാം. Exodus chapter 20 verse 12 says that you honor your father and mother and you shall live long. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ വരുന്ന പ്രവാചകർ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുവാണ്. I don't think so that any guest pastor or any guest prophet would come and tell you this. That is why I am telling you this. ഇന്നത്തെ പ്രസംഗം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇത് തന്നെ ഞാൻ പറയാനാണ്. Even if you tell that this today's message isn't good, even then I will tell you this message. ഇത് പഴയ നിയമത്തിൽ ഒരു കൽപ്പനയായിട്ട് മാത്രമല്ല, ഇത് നേരെ പൗലോസ് ക്രിസ്തീയ ഫൗണ്ടേഷൻ പറയുകയാണ് എഫേസ്യ ലേഖനത്തിൽ. അന്നേരം ഈ കുടുംബത്തിൻ്റെ ഫൗണ്ടേഷൻ പറയുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങൾ അമ്മയപ്പന്മാരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എഫേസ്യർ 4-ാം അധ്യായത്തിലല്ലേ, എഫേസ്യർ 6 തുടങ്ങുകയാണ്. 1-ാമത്തെ വാക്യം മുതൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ വെക്കുകയാണ്. And this is an important principle that Paul finds it and writes it again. 6:1 മക്കളെ നിങ്ങൾ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അത് ന്യായമല്ലോ. പുതിയ നിയമമാണ്, അത് ന്യായമല്ലോ. 2-ാമത്തെ വാക്യം, നിനക്ക് നന്മയുണ്ടാകാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും. അടുത്തിരിക്കുന്ന ആളെ മുഖത്തോട്ട് നോക്കിയിട്ട് പറ, നന്മയുണ്ടാകാൻ. Look at the nearby person and tell, so that there be any good happening to you. നീ ദീർഘായുസ്സോടെ ഇരിക്കാൻ, and so that you live long. ഈ വചനം ഡോക്ടർ എഴുതി തന്ന ലിസ്റ്റിനേക്കാൾ വലുതല്ലേ? Isn't this Bible greater than any prescription that a doctor may give us? ഒരു ഹാർട്ട് അറ്റാക്ക് നിന്നെ കൊണ്ടുപോകത്തില്ല, കാരണം നീ അമ്മയെ അപ്പനെ ബഹുമാനിക്കുന്നതാണെങ്കിൽ ഈ പുസ്തകം പറയുന്നു ദീർഘായുസ്സോടെ ഇരിക്കാവൻ. If you are a person who honors father and mother, no heart attack will kill you, because this Bible says that you shall live long when you honor father and mother. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പഴയ നിയമത്തിൽ ഇതൊരു കൽപ്പനയാണ്. പുതിയ നിയമത്തിലേക്ക് കയറിയപ്പോൾ ഇതിൻ്റെ കൂടെ വാഗ്ദത്തം കിടാടി ഇതാണ് കയറിയേക്കുന്നത്. ആ വാഗ്ദത്തം നിന്റെ നന്മയാണ്, ആ വാഗ്ദത്തം നിന്റെ ദീർഘായുസാണ്. ഇത് വാഗ്ദത്തത്തോട് കൂടെ വന്നതാണ്. ഇത് വേറെ കുറുക്കു വഴിയില്ല. In the Old Testament it was a commandment, but in the New Testament when it came to us, it came with a promise that when you honor your father and mother, this will go well with you and it shall give you long life. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ ഇവിടെ വന്ന് അന്യഭാഷ പറയരുത് ദൈവം. If you cannot give a glass of water to your parents, do not say tongues. അവരെ ഉപദ്രവിച്ചിട്ട് അവരെ വേദനിപ്പിച്ചിട്ട് ഇവിടെ വന്ന് അന്യഭാഷ പറഞ്ഞാൽ അങ്ങനെ ഒരു ദൈവത്തെ കളിപ്പിക്കാൻ പറ്റും. നിങ്ങൾ എന്തോ ദൈവത്തെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? നീ എന്തോ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? മണ്ടനായ ഒരാളെന്നോ നിന്റെ അയൽവക്കത്തുള്ള പഞ്ചായത്ത് മെമ്പറിന്റെ കൂട്ടാണെന്നോ പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്ത് ആദ്യം ആര് എന്ന് പറയുന്നു അതാണ് വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ഒരു പൊട്ടൻ പഞ്ചായത്ത് മെമ്പറാണോ നിന്റെ ദൈവം? അങ്ങനെ കളിപ്പിച്ചിട്ട് എന്തോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് കൈ അടിക്കാതിരിക്കുന്നവരെല്ലാം സൂക്ഷിച്ചോ. ഇപ്പൊ അടിക്കരുത്. ചിരിക്കാതിരിക്കുന്നവരെ സൂക്ഷിക്കണം, കൈ ഉയർത്താതിരിക്കുന്നവരെ സൂക്ഷിക്കണം. എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നതാണ്. അത് നിന്റെ ആത്മീയ അമ്മയപ്പന്മാരെയും നിന്റെ ഭൗതിക അമ്മപ്പന്മാരെയും നീ എത്രത്തോളം ബഹുമാനിക്കുമോ അത്രത്തോളമാണ് പകർച്ചകൾ സംഭവിക്കുന്നത്. Your spiritual father and mother and your birth father and mother, how much more you can bless them, how much more you can honor them, you shall see lot more blessing. ഇത് വിശേഷ കല്ലാണ്. That is a special stone. ഇത് തലമുറകളുടെ മേൽ ഗ്ലോറി കൊണ്ടുവരുന്ന കല്ലാണ് ഇത്. It is a stone that brings glory onto the heads of
generations had come നിന്റെ after you. വീട്ടിൽ നടക്കുന്നത് ആരും കണ്ടില്ലായിരിക്കാം, പക്ഷേ ഇത് തലമുറകളുടെ മേൽ കൊണ്ടുവരുന്ന മഹത്വത്തെ എത്തിക്കുന്നതാണ്. The things that are happening in your house, people outside may not have seen, but let me tell you that will bring glory to the generations that come after you. വിശേഷ കല്ല് വെക്കണം. That is special stones. അവർ രക്ഷിക്കപ്പെട്ടതോ രക്ഷിക്കപ്പെടാത്തതോ പ്രാർത്ഥിക്കാത്തതോ നിന്റെ വെളിപ്പാട് മനസ്സിലാകാത്തതോ നീ ഭയങ്കര മൂന്നാം സ്വർഗത്തിൽ നിന്ന് പിടിച്ച് സംസാരിക്കുന്നതായിരിക്കാം, ഇതൊന്നും മനസ്സിലാകാത്തതായിരിക്കാം. പക്ഷേ There may be parents who do not understand the scripture that you read or the vision that you saw or the visitation that you had, but still you should honor your parents. ഈ പകർച്ചകൾ ബഹുമാനത്തിലാണ് ലഭിക്കുന്നത്. Impartations come on you when you honor the person. ഈ ഞാൻ പകർച്ചയിൽ വിശ്വസിക്കുന്നു. I believe in impartation. കാരണം എൻ്റെ മേൽ എന്തേലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഈ എന്തോ സംതിങ് ദൈവം എൻ്റെ മേൽ കൊടുത്തിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇവനെ കർത്താവ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പകർച്ചകളിലൂടെ മാത്രം സംഭവിച്ചതാണ്. If you think that anything is good in me or anything that I do or minister is anything good, it's only through impartation that I have received. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ പകർച്ചകളിൽ വിശ്വസിക്കുന്നയാളാണ്. That is why more than you all I believe in impartation. ഈ എന്താ പറയുക, ഈ ബഹുമാനത്തിലൂടെ പകർച്ച സ്വീകരിക്കുക. You can receive impartation through the respect that you offer. ഈ സീസണിൽ പലയിടത്തും പറഞ്ഞതാണ്, നമ്മളിവിടെ പറയാത്തത് കൊണ്ട് പറയുക. I have said this message to many places. Because I haven't said it yet, I'm going to say it here. നിങ്ങൾ ബൈബിളിൽ വളരെ ശക്തനായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദൈവഭൃത്യനാണ് ദാവീദ്. You know, in the Bible, a mighty man of God who was powerfully used is David. ഒത്തിരി മിസ്റ്റേക്കുകൾ പറയാനുണ്ട് വേണമെങ്കിൽ. We can say many mistakes regarding David. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒരു നല്ല സ്വഭാവത്തെ പറയാം. But I'm going to tell you a good quality of this man of God. ഇദ്ദേഹത്തിനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഇദ്ദേഹത്തെ കൊല്ലാൻ എന്താ പറയുന്നത്, ഈ കുന്തമെറിയുന്നയാളാണ് ശൗല് എന്ന് പറയുന്ന തൻ്റെ സീനിയർ ലീഡർ അല്ലെങ്കിൽ പാസ്റ്റർ. David had an enemy in Saul who was always attempting to harm him, kill him and spike him. മാറി മാറി എറിയുകയാണ്. He's time and again would spike him or throw the spike at him. നിൽക്കാൻ സമ്മതിക്കുന്നില്ല, ഉപദ്രവിക്കാൻ ചോണ്ടിരിക്കുന്ന ആളാണ്. Would not let him to take any rest. Immediately whenever he gets opportunity will try to harm David. ദാവീദിന്റെ അടുത്ത് ദൈവം നേരിട്ട് പ്രവാചകനിലൂടെ അറിയിച്ചു, ഞാൻ ശൗലിനെ തള്ളിയിരിക്കുന്നു. And God used a prophet to tell David that I have rejected Saul. നേരിട്ട് പറഞ്ഞാണ്. God used a prophet to tell David that I have rejected Saul. അടുത്തത് ദാവീദ് കിന്നരം എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ ശൗലിന്റെ ദേഹത്തെ ഭൂതം ഇളകുന്നത് ആരെങ്കിലും പത്രത്തിൽ ഇട്ടതുകൊണ്ടോ ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടോ പുള്ളി നേരിട്ട് കണ്ടതാണ്. The next thing, that when David played harp in front of Saul, demons coming out of Saul, David saw with his own eyes. It wasn't through a Facebook or a video that somebody has edited and published. നേരിട്ട് കണ്ട് അവന്റെ ദേഹത്ത് ലീഡറിന്റെ ദേഹത്ത് ഭൂതം ഉണ്ടെന്ന് ആര് കണ്ടു? നേരിട്ട് ദാവീദ് കണ്ടു. യവനെ ദൈവം തള്ളിയതാണെന്ന് പ്രവാചകനിലൂടെ ശമൂവേലിലൂടെ ദൈവം നേരിട്ട് സംസാരിച്ചു. David saw with his own eyes the demons going out of Saul, and David was told through the prophet that God has rejected Saul. So all this were already known to David. ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട, ശൗലിനെ ദൈവം അംഗീകരിച്ചിട്ടില്ലെന്ന്. He doesn't need any more proof that God does not
accept Saul anymore. എന്നാൽ ദാവീദിന് ശൗലിനെ കൊല്ലാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ദാവീദ് പറയുകയാണ് അവൻ യഹോവയുടെ അഭിഷക്തനാണെന്ന്. But even after that, when David got an opportunity to kill Saul, David said, I shall not kill him or touch my hand on him because he is an anointed of God. അവൻ യഹോവയുടെ അഭിഷക്തനാണ്. He is an anointed of God. എന്റെ ചോദ്യം, ദാവീദ് എന്തൊരു വർത്തമാനമാണ് നീ പറയുന്നത്? നിന്നോടല്ലോ ദൈവം പറഞ്ഞത് അവനെ തള്ളിയെന്ന്. Oh David, why are you saying this? Did God himself tell you that I have rejected him? അത് പോട്ടെ, അത് ശൗലിന് ചിലപ്പോ ഒരു വെപ്രാളം തോന്നിയതായിരിക്കും. നിന്റെ കണ്ണുകൊണ്ട് കണ്ടതിലൂടെ യവന്റെ ദേഹത്തുനിന്ന് ഭൂതം പോകുന്നത്. Leave aside that, you with your own eyes saw demons going out of Saul. Still, പിന്നെ നീ എന്തിനാ ഇവനെ അഭിഷക്തൻ എന്ന് വിളിക്കുന്നത്? then why are you calling him an anointed? ദാവീദിന് അറിയാം ഈ പകർച്ചകൾ സംഭവിക്കുന്നത് ബഹുമാനത്തിലൂടെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ആ മനുഷ്യന്റെ മുകളിലൂടെ അഭിഷേകത്തിന്റെ ഒരു തുള്ളി കയറി പോയിട്ടുണ്ടെങ്കിൽ, അവൻ ഒറ്റ മണിക്കൂറത്തേക്കെങ്കിലും അവൻ അഭിഷക്തനായെങ്കിൽ, അവനിലൂടെ ഒരു ദൈവിക കാര്യം വെളിപ്പെട്ടു വന്നാൽ അവനെ പിന്നെ ദൈവം പ്രൂഫ് എല്ലാം കയ്യിലുണ്ടെങ്കിലും അവനെ ദാവീദ് വിളിക്കുന്നത് അഭിഷക്തൻ എന്ന് തന്നെയാണ്. David knew that anointing comes, impartation comes through honor and respect, and therefore he remembers that even if it's for a second that the anointing of God had come on Saul, I shall receive it through the honor and respect that I offer this man of God, this anointed of ബൈബിൾ God. പറയുന്നു, ദാവീദിന്റെ ഗ്രഹം നാൾക്ക് നാൾ പ്രബലപ്പെട്ട് വന്നുകൊണ്ടേയിരുന്നു. Bible says the house of God, house of David strengthened the day after day. ദാവീദിന്റെ ഗ്രഹം പ്രബലപ്പെട്ടുകൊണ്ടേയിരുന്നു. The house of David became strengthened. നിന്റെ ജീവിതത്തിൽ ഒത്തിരി കുഴപ്പങ്ങൾ വേണേ കാണിക്കാനുണ്ട്, പക്ഷെ നീ അഭിഷേകത്തെയും അഭിഷക്തനെയും നീ കാണുന്ന വ്യൂ വേറെയാണ്. In your personal life you may have lots of shortcoming, but if you give the respect to the anointing and to the man of God or the anointed of God, അഭിഷേകത്തിന് കൊടുക്കുന്ന വാല്യൂ വേറെയാണ്. the value that you are supposed to give to anointing is different. നാമേ ഒരു തെളിവും ഇല്ലാഞ്ഞിട്ട് എത്ര പേരെയാണ് തകർക്കാൻ നോക്കുന്നത്. തെളിവുകൾ ആരോ പറഞ്ഞതോ എവിടോ എഴുതിയതോ വെച്ച്. പക്ഷേ ദാവീദിനോട് ചോദിക്കും, തെളിവ് മൊത്തം കീശയിലിരിക്കുമ്പോൾ പുള്ളി നിന്നുകൊണ്ട് കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുക, അവനെ അഭിഷക്തനാണ്, അഭിഷക്തൻ. Even after having such proof, David did not dare to touch Saul because he is an anointed. ഇതൊരു വിശേഷ കല്ലാണ്. This is a special stone. ദാവീദ്, നീ നിന്റെ ഈ ദാവീദിന്റെ ഗ്രഹം ദൈവം പണിതുന്നുണ്ട്. ദൈവം വീട് പണിതെന്ന് വെച്ചാൽ ബിൽഡിങ് പണിതത് മാത്രമല്ലത്. ദാവീദ് നിന്റെ തലമുറകളെ പണിയുന്ന സംവിധാനമാണിത്. ഒരു വീട് പണിതതോ ഒരു കൊട്ടാരം പണിതതോ അല്ല. ഇവിടെ നിന്ന് അഭിഷക്തന്മാർ പുറത്തു വരും, രാജാക്കന്മാർ പുറത്തു വരും. ദൈവത്തിന് ഈ പേര് മറക്കാൻ പറ്റാത്ത വിധത്തിൽ David, this thing will not just build a house for the time being, but it is going to build generation after generation after generation, because David's family had kings and prophets later on. ബൈബിളിന്റെ ഭാഷ പറയാം, നിന്റെ ലീഡർ മൂർഖനാണേലും കീഴടങ്ങണോ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടോട്ട് പറ, മൂർഖൻ പാമ്പിനെ കണ്ടിട്ടുണ്ടോ? ആളെ കൊല്ലാൻ നിൽക്കുന്ന മൂർഖനെ കണ്ടിട്ടുണ്ടോ? അതാണേലും അതിനെ കീഴടക്കണമെന്നല്ല, നീ കീഴടങ്ങണോ. Bible's word is that even if your master is strict and cruel, you still need to submit yourself to your master. പകർച്ചകൾ സംഭവിക്കാം. And that's when impartation happens. And that's when you will live long. That's when blessings will come to you. എന്റെ കൂടെ അത് സമ്മതിക്കുന്ന ഒരു രാമേൻ എന്ന് പറഞ്ഞു. Those who can accept that with me, can you say an amen? ഈ നോഹ ഈ പ്രളയത്തിന് ശേഷം മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിനകത്തുനിന്ന് വീഞ്ഞെടുത്ത് ഈ നഗ്നനായിട്ട് കിടന്നു ഒരു ഭാഗത്ത്. Noah, after the flood,
planted a vineyard, and he took the grapes and prepared a wine for himself, and he is lying naked. ഇത് ഇച്ചിരി നീക്കാവോ? ആരെങ്കിലും രണ്ടുപേര് വരാമോ? വാ, ഇത് നീക്കാൻ വേണ്ടിയല്ല, ഒരു കാര്യം കാണിക്കാൻ വേണ്ടി. മതി മതി മതി. കിടന്നോ, ഇവിടോട്ട് കിടന്നു. നോഹ നഗ്നനായിട്ട് ഇച്ചിരൂടെ ഇങ്ങോട്ട് മാറി കിടന്നു. So this is Noah lying down naked. നഗ്നനായിട്ട് നോഹ കിടന്നു. So Noah is lying down naked there. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരാളോട് രണ്ടുപേരോട് ഇങ്ങ് വന്നു, ഇറങ്ങി വന്നു, ഇവിടെ നിന്ന്. അതെന്ത് കൊണ്ടുവന്നു? നീ പുറത്തു. അന്നേരം ഈ നോഹയുടെ ഈ ബൈബിൾ ഉൽപ്പത്തി 9-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്. മനസ്സിലാകാത്ത ഒത്തിരി എന്തോ ഈ പുതിയ ആളുകൾ നമ്മുടെ മീറ്റിങ്ങിന് ഒത്തിരി ഉള്ളത് കൊണ്ട് ഈ പഴയ നിയമമൊക്കെ പറയുമ്പോൾ എല്ലാം പിടികിട്ടത്തില്ല. ഇതിനകത്ത് ഒത്തിരി ഗ്രാസ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഞാൻ വാക്യം പറയുന്നതിന് മുമ്പ് കപ്പാസിറ്റി ഉള്ളവർ ഇതിനകത്തുണ്ട്, എന്നാൽ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവർ ഇതിനകത്തുണ്ട്. അതിനു വേണ്ടി ഒന്ന് പിടികിട്ടാൻ. ഈ നോഹ നഗ്നനായിട്ട് കിടക്കുന്നു. തൻ്റെ ഒരു മകൻ വന്നിട്ട് ഈ റൂമിനകത്ത് ചെന്നപ്പോൾ നഗ്നനായി കിടക്കുന്ന പിതാവിനെ കണ്ടു. Noah, when he was 3 മക്കളാണ്. Noah, when he was lying down and he was naked, one of his 3 sons came in and saw him naked. ഇത് കണ്ടിട്ട് After seeing this, നോഹ ഈ മകൻ വെളിയിൽ വന്നു. this son came out. വെളിയിൽ വന്നിട്ട് തന്റെ സഹോദരന്മാരോട് വന്നിട്ട് പറഞ്ഞു. And after coming out, he said to his other 2 brothers, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? did you know this? ഒരു ന്യൂസ് നിങ്ങൾ അറിഞ്ഞോ? Did you know this news? ഞാനൊരു കാര്യം കണ്ടിട്ടാണ് വരുന്നത്. I am coming after seeing something. നമ്മുടെ അപ്പൻ അടിച്ച് ഫിറ്റായി തുണി പോലും ഇല്ലാതെ കിടക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഇതങ്ങ് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ ഭാഷയിൽ ഷെയറിംഗിലേക്ക് പോയേക്കുകയാണ്. So our father who is drunk, സ്റ്റാറും അടിച്ചു, ലൈക്കും അടിച്ചു, സ്റ്റാറും അടിച്ചു, ലവ് അടിച്ചു, ഷെയറിംഗിലും പോയി. our father who is drunk and naked, സെലിബ്രേറ്റ് ചെയ്തു. he is enjoying it, he is liking it, he is sharing it, he is posting it. എൻജോയ് ചെയ്തോന്ന് എനിക്കത് പുള്ളി ഇതങ്ങ് പറഞ്ഞു. And he is sharing with every other person. ഈ കേട്ട ഇവർ രണ്ടോട് എന്തോ തീരുമാനിച്ചെന്നറിയാം? Do you know what the brothers decided among themselves? ഇങ്ങനെ തിരിഞ്ഞിരിക്കും. അങ്ങോട്ട് നോക്കി തിരിഞ്ഞിരിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു വസ്ത്രം. ഈ ബാക്കിയുള്ള 2 മക്കള്, the other 2 sons, അവരെന്തോ ചെയ്യുന്നറിയാവോ? do you know what did they do? ഇവർ ഈ വാർത്ത കേട്ടിട്ട് when they heard this news, ഇവർ പുറകോട്ട് നടന്നു. they started walking backwards. ആ നഗ്നത കാണാതെ ബൈബിളാണ് പറയുന്നത്, പുറകോട്ട് നടന്നു. They start walking backwards. എന്നിട്ട് ഇവര് അവിടോട്ട് നോക്കാതെ, without seeing there, ഇവര് ഈ നഗ്നത മറച്ചിട്ട് they covered the nakedness. ഇവർ അങ്ങോട്ട് നോക്കാതെ മുമ്പിലേക്ക് പോയി. without seeing there, they just left. അവര് മുമ്പിലേക്ക് നടന്നു. They went forward. ഇനി ബൈബിൾ ഈ ചെയ്ത 3 പേരുടെ കാര്യത്തെ 3 രീതിയിലാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. And then Bible presents each of the brothers in 3 ways. ഈ ആദ്യം കേറി കണ്ടിട്ട് ഇറങ്ങി വന്ന ആളിന്റെ ആദ്യത്തെ തലമുറയുടെ ഒരു കനാനാണ്. ദൈവം കനാൻ എന്ന് പറയുമ്പോഴേ ആദ്യം വെക്കുന്ന വാക്ക് കനാനേ നീ ശപിക്കപ്പെട്ടവൻ. കാരണം അത് നിന്റെ കുഴപ്പമല്ല, നിന്റെ അപ്പൻ കേറി നഗ്നത സെലിബ്രേറ്റ് ചെയ്ത പാർട്ടിയാ, ഇത് ശപിക്കപ്പെട്ടതാണ്. Canaan, you are cursed and therefore you will remain cursed. It isn't his issue, but his father stepped in and looked the nakedness and celebrated it. നിങ്ങൾക്കറിയാമോ, ഈ പുറകോട്ട് നടന്നവരോട് പറയുകയാണ്. Do you know what was said regarding those people who walked backwards? എത്രത്തോളം നീ അപ്പന്റെ നഗ്നതയ്ക്ക് പുറകോട്ട് നടക്കുവോ, how much more you will cover the nakedness of your father, അത്രത്തോളം നിന്റെ തലമുറ മുമ്പോട്ട് പോകും. so much more your children will go forward. എത്രത്തോളം നീ പുറകോട്ട് നടക്കാൻ പഠിക്കുവോ, how much more you will go backwards, അത്രത്തോളം നിന്റെ തലമുറ മുമ്പോട്ട് പോകും. so much more your children will go എന്റെ കൂടുതൽ forward. സമ്മതിക്കുന്നവർ ആ ഭാഗത്തുനിന്ന് അങ്ങനെ തന്നെ സമ്മതിക്കുന്നവർ എന്ന് എത്രത്തോളം നീ പുറകോട്ട് നടക്കാൻ പഠിക്കുവോ, how much more you can move backwards.
ആ വാർത്തയ്ക്ക്, ആ കേട്ട ശബ്ദത്തിന് നീ എത്രത്തോളം പുറകോട്ട് നടക്കുമോ അത്രത്തോളം നിന്റെ തലമുറ മുമ്പോട്ട് പോകാൻ പോകുന്നു. The more the backwards you walk, the more your children will go forward, because you did not share the post, you did not publish the post, you did not spread the hate. നീ എത്രത്തോളം ആ വാർത്തയ്ക്ക് മുമ്പോട്ട് നടക്കുവോ, The more you walk towards that was news, നിന്റെ തലമുറ അത്രത്തോളം പുറകോട്ട് പോകാൻ പോകുകയാണ്. your children will go more backwards. ഈ കസാരയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ തലമുറകളെ മുമ്പോട്ട് വിടണോ പുറകോട്ട് വിടണോ എന്ന് തീരുമാനിക്കാം. ഈ പുസ്തകം അതിൻ്റെതാണ്. ഈ പുസ്തകം അതിൻ്റെതാണ്. ഇത് ഈ ഹോളിൽ ഇരുന്നോണ്ട്, ചെയറിൽ ഇരുന്നോണ്ട് 1000 തലമുറ വരെ സ്പർശിക്കാൻ കഴിയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe this. While we are seated in these chairs here, we can touch 1000 generations ahead of us. അപ്പന്റെ നഗ്നത കണ്ടിട്ട് പുറത്തു വന്ന് ന്യൂസ് കൊടുത്ത ഹാമിനോട് പറയുകയാണ്, നിന്റെ മകൻ കനാൻ ശപിക്കപ്പെട്ടതായിരിക്കും. The son Ham, who looked at the nakedness and celebrated the nakedness regarding him, God says that your son Canaan is cursed. അടുത്തത് ഇവരോട് പറയുകയാണ്, ഈ ദൂത് പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, യാഫേത്തിനോട് പറയുകയാണ്, നിനക്ക് ഹാമിന്റെ കുടുംബം നിനക്ക് ദാസനായിരിക്കും. And looking at Japheth, God is telling Ham's children will be your slave. Hallelujah. Hallelujah. നിങ്ങൾക്കറിയാം, അന്നേരം എന്റെ ചോദ്യം, ഈ ഹാം എന്ത് തെറ്റാണ് ചെയ്തത്? So my question is, what wrong did Ham did? പുള്ളി പോയി കണ്ടിട്ട് വന്ന് സഹോദരങ്ങളോട് പറഞ്ഞതല്ലേ? He just looked at it and he shared it to his എന്നോട് brothers. കർത്താവ് പറഞ്ഞ മറുപടി പറയാൻ പോകുകയാണ്. I tell you an answer that Lord spoke to me. ഈ അകത്ത് ചെന്ന് കണ്ടത്, He went inside and saw it. ഒന്ന് നീ ചെയ്യേണ്ടത് ഇത് പരിഹരിക്കണം. Either he should solve that issue. അടുത്തൊരാൾ കാണാതെ വേണം നീ അതിനെ ഡീൽ ചെയ്യണം. You should cover it, solve it without letting any person knowing outside. അത് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പുറത്ത് ചെന്ന് പറയരുത്. If that you cannot do, you should not go outside and tell anyone. ഒന്നെങ്കിൽ നീ പറയാതിരിക്കണം, അല്ല നീ ആ വിഷയത്തെ പരിഹരിക്കണം ആ വ്യക്തിയുമായി. Either you should not tell anybody or you should try to solve it. അല്ലാതെ നീ അത് പബ്ലിസിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നിന്റെ തലമുറ പുറകോട്ട്. നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ച ഈ യേശുവിൻ്റെ സമയമൊക്കെ ആയപ്പോൾ ആ നാട്ടിൽ നിന്ന് വരുന്ന പാർട്ടികളെ കണ്ടപ്പോഴേ യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് ഞാൻ നായിക്കുട്ടിക്ക് തരാൻ വന്നതല്ല. നിങ്ങൾക്കറിയാമോ, ശാപത്തിൻ്റെ ശാപം. അപ്പൻ കയറി കണ്ടതും തലമുറ പുറകോട്ട് നടന്നു. എത്രത്തോളം നീ പുറകോട്ട് നടക്കാൻ പഠിക്കുമോ അത്രത്തോളം നിന്റെ തലമുറ മുമ്പോട്ട് പോയിരിക്കും. The more you learn to walk backwards, the more your children will go forward. എൻ്റെ കൂട്ടത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം കരം അടിച്ചോ. Those who can believe with me this, can you clap your hands and raise your voice? ഈ യേശു പറയുകയാണ്, നിങ്ങൾക്ക് അബ്രഹാം അപ്പനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കല്ലുപറയ്ക്ക് എറിയാൻ എന്തിനു നോക്കുന്നു? You are telling that your father is Abraham, then how can you think of stoning me? അബ്രഹാം നിങ്ങൾക്ക് പ്രവാചകനാന്ന് പറയുകയും ഇപ്പോൾ നിൽക്കുന്ന എന്നെ നിങ്ങൾക്ക് എങ്ങനെ കല്ലുപറക്കി എറിയാൻ? You are telling that Abraham is your prophet and your father, then how can you think of stoning me? എന്ന് വെച്ചാൽ മരിച്ചു പോയ പ്രവാചകന് കല്ലറ ഉണ്ടാക്കിയാണ് ഇവർ. ഭയങ്കരമാണ്, സൂപ്പറാണ്, ശക്തനാണ്. ഏതാ അബ്രഹാം മരിച്ചുപോയി, ഇനി അദ്ദേഹത്തിന് കല്ലറ ഉണ്ടാക്കിയാണ്. ജീവിച്ചിരിക്കുന്ന പ്രവാചകനെ അതേ കല്ല് വെച്ച് എറിയുകയാണ്. ഇത് സെറ്റാവത്തില്ല, ഇത് കറക്റ്റ് അല്ല. നിന്റെ ബഹുമാനം കൃത്യമായി ആ ആളോടുണ്ടെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രവാചകനോടും അതേ ബഹുമാനം തുടരണം. Now you are showing your respect to the dead prophet by building him good graves, good building, but you are now stoning me as a prophet. That means that respect and the honor that you are giving to the dead prophet is also not right. If you give the right honor, right respect to the dead prophet, you will also give the right honor and right respect to the alive prophet also. മരിച്ച ശേഷം പുകഴ്ത്തലുകൾ, അത് ലോകത്തെല്ലാ മനുഷ്യർക്കും ഇങ്ങനെ അധികമായി പുകഴ്ത്തലുകൾ കിട്ടും. ആള് ഭയങ്കരമായിരുന്നു, ഇങ്ങനെ വലുതായിരുന്നു എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പുകഴ്ത്തലല്ല പറഞ്ഞ് ആ ആളെ എൻകറേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻകറേജ് ചെയ്യുക.
ആ തലമുറയിൽ ജീവിച്ചിരിക്കാൻ എനിക്കൂടെ ദൈവം അവസരം തന്നതിന് ദൈവത്തെ നന്ദി പറയുക. മരിച്ച ശേഷം കല്ലറ പണിയണ്ട, ജീവിച്ചിരിക്കുമ്പോൾ കല്ല് പറക്കി എറിയാതിരുന്നാൽ മതി. Do not build graves for those people who are dead and gone, but instead just praise or encourage the person who is when he's alive. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, മരിച്ച ശേഷം വലിയ കല്ലറയൊന്നും പണിയണ്ടെന്ന് പറ. ജീവിച്ചിരിക്കുമ്പോ When the person കല്ല് is പറക്കി alive, എറിയാതിരിക്കുക. make sure that you don't throw stones at him, rather encourage him. മരിച്ച ശേഷം 1000 പേർക്ക് സദ്യ കൊടുക്കണ്ട, ജീവിച്ചിരിക്കുമ്പോ ആ ആളിച്ച് വെള്ളം കൊടുക്കണം കേട്ടോ. After he is dead, do not try to feed thousands, but while he is alive, just give him a glass of water. ഈ സംഗതി ഏറ്റവും അറിയുന്ന ഇതിനകത്ത് മരുമക്കളെയും ആമ്പിള്ളേരുടെയൊക്കെ മുഖം കാണുമ്പോഴാണ് സംഗതി ശരി കേൾക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവും. കാര്യം ചിലർ ചിരിക്കുന്നില്ല, എന്നാൽ ചിരിക്കുന്ന പോലെ അഭിനയിച്ച് ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവില്ല. അന്നേരം ഇത് സംഗതി ഈ ലൈൻ തന്നെ പിടിക്കാൻ പോവുകയാണ്. ഈ ഏലിശയുടെ അടുത്ത് ഏലിയാവ് ചോദിക്കുമ്പോൾ ഈ ഏലിയാവിനോട് ചോദിച്ചു, എന്തോ ഞാൻ നിനക്ക് ചെയ്തു തരണ്ടേ? അന്നേരം ഏലിയാവിനോട് പറഞ്ഞു, നിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ആവശ്യമാണ്. Elisha was asked by Elijah that what should I do? Elisha said, I want double portion of your spirit. ഏലിയാവിന്റെ മറുപടി ഇതാണ്. At that moment, Elijah gave a reply. ചോദിച്ചത് പ്രയാസമുള്ള കാര്യമാണ്. The thing that you have asked is difficult. ചെറിയ കേസല്ല ചോദിച്ചത്. You haven't asked something small. പക്ഷേ But ഞാൻ എടുത്തു കൊള്ളുന്നത് കാണുവാണെങ്കിൽ നിനക്കത് സംഭവിക്കും. if you are able to see me when I am taken up, then this will happen for you. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താണ്? Do you know what does that mean really? നിനക്ക് പകർച്ച വേണമെങ്കിൽ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് നിന്റെ സ്പിരിച്വൽ ഫാദറിനെ വിടരുത്. If you need impartation, you should not remove your spiritual father from the sight of your eyes. നിന്റെ കണ്ണിന്റെ സൈറ്റിൽ തന്നെ വേണം. That person should remain at the sight of your eye. ഒത്തിരി പ്രവാചകരും പ്രവാചക സ്കൂളും ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഏലിയാവിന്റെ പുറകെ ഏലിശൻ കൂടിയൊക്കെയാണ്. There were many prophetic schools at his time, but Elisha took a decision to follow after Elijah. ഈ തലേ കൈവെക്കുന്നതിനേക്കാൾ പകർച്ച സംഭവിക്കുന്നത് ഒരുമിച്ചുള്ള സഹകരണത്തിലാണ്. More than the laying of hands, impartation happens when you fellowship with the man of God. ദൈവം നിങ്ങൾക്ക് ഒരു ദൈവദാസനുമായ ഏതെങ്കിലും ദൈവവൃദ്ധന്മാരുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം, ഒരു കണക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ തലമുറയിലെ എന്തോ നിന്റെ വീട്ടിനകത്ത് കയറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. ചെറുതായിട്ട് കാണരുത് അതിനെ. എന്തോ ദൈവത്തിന് പദ്ധതിയുള്ളതിൻ്റെ തെളിവാണിത്. If God has given you a relationship with a servant of God, it means to tell us this, that God wants to share what he has poured on the man of God into your life also. ഏലിയാവിന്റെ കൂടെ നിൽക്കുകയാണ്. Elisha is staying with Elijah. ഏലിയാവ് പറഞ്ഞത് പ്രയാസമുള്ള കാര്യം. കാരണം ഈ എടുത്തുകൊള്ളുന്നത് കാണുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമായിട്ട് ഏലിയാവ് വെച്ചേക്കുന്നത്. Elijah imagines that looking at me while I am taken up is difficult. ഇങ്ങനെ ഏലിയാവും ഏലിശയുടെ യോർദാന്റെ അപ്പുറത്തെ കരയ്ക്ക് നിൽക്കുകയാണ്. So and subsequently we see Elijah and Elisha standing across the river Jordan. നോക്കി നിൽക്കുമ്പോൾ while they are looking at each other, അന്തരീക്ഷത്തിൽ നിന്ന് അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും ഒക്കെ ഇറങ്ങി വരികയാണ്. തീ കൊണ്ടുള്ള കുതിര
തീ കൊണ്ടുള്ള രഥങ്ങൾ സൂപ്പർ നാച്ചുറൽ അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞു. Chariots of horses and chariots of fire descending into their atmosphere. അന്തരീക്ഷത്തിൽ സൂപ്പർ നാച്ചുറൽ ആയി സംഭവിക്കുകയാണ്. And in that atmosphere supernatural things are happening. നിങ്ങൾ പറ, നിൽക്കുന്നത് ഏലിയാവാണ്. You tell me the person standing next to Elijah is Elijah. നടക്കുന്നത് സൂപ്പർ നാച്ചുറൽ And the things happening in atmosphere is supernatural things. ഇനി എന്തോ ഇതൊക്കെ പറഞ്ഞാലും പകർച്ച എന്നൊക്കെ പറഞ്ഞാലും ഇത് നടക്കുമ്പോ ഇവിടെ നോക്കാതില്ല അതേ നോക്കി നിൽക്കാനില്ലേ ചാൻസ്? Why this supernatural things happening? My question is this: will he remain seeing at Elijah or will he try to see at these supernatural things? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ യോഗം നടക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണ്ട ആ കിച്ചന്റെ ഭാഗത്ത് അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും നേരിട്ട് വരികയാണ്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ആമേൻ പറയുമെന്ന്. ഈ ഗ്ലാസും പൊട്ടിച്ചുകൊണ്ട് വെളിച്ചാടും പറയാൻ സുഖമാണ്. പക്ഷേ ഏലിയാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏലിശ അതേ ശ്രദ്ധിക്കുന്നതിനേക്കാൾ നിൽക്കുന്ന ഏലിയാവിനെ നോക്കുകയാണ്. But we see Elisha, instead of noting what is happening in the atmosphere, he is setting his eyes right on അതുകൊണ്ടാണ് Elijah. ഏലിയാവ് പറഞ്ഞത് ഇത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം സൂപ്പർ നാച്ചുറൽ ആണോ വലുത്, നിന്റെ അപ്പനാണോ വലുത്? That is why Elijah said that when supernatural things happen, which will you give more importance? നിന്റെ സൂപ്പർ നാച്ചുറലിനേക്കാൾ വലുതാണ് ദൈവം നിനക്ക് തന്ന അപ്പൻ. More than your supernatural, your father is important. അത് നിന്റെ ആത്മീയ ഭൗതിക മാതാപിതാക്കൾ നിനക്ക് നടന്ന സൂപ്പർ നാച്ചുറലിനേക്കാൾ വലുതാണ്. More than your spiritual, more than your physical parents, they are more important for you than the supernatural that you see around. ഏലീശയുടെ കണ്ണ് ഏലിയാവിൽ നിന്ന് മാറാതെ നിൽക്കുക. Elisha's eyes are not going away from Elijah. ഏലിയാവ് മുകളിലേക്ക് പൊങ്ങുകയാണ്. And now we see Elijah going up. മുകളിൽ നിൽക്കുന്ന അഗ്നി അശ്വങ്ങളെക്കാൾ വലിയ കാഴ്ചയാണ് ഏലിയാവ് പൊങ്ങുന്നത്. Now more than the great sight of chariots of fire, Elijah is going up. നീ എടുത്തുകൊള്ളുന്നത് കാണുവാണെങ്കിൽ ചിലത് നിന്റെ മേൽ വീഴാൻ If you സാധ്യതയുണ്ട്. remain seeing me while I am taken up, certain things will fall on you. ഇതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. What I believe is going, I am declaring in front of you. അഭിഷേകവുമായി ബന്ധപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നത്, This is what I believe in connection to anointing. അഭിഷക്തന്മാരെ പോകാറുള്ളൂ, അവരുടെ അഭിഷേകവും അവരുടെ ഓഫീസും പോകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that only the men of God or the man of God will leave the earth, but their anointing and their office or their ministry shall remain in the atmosphere. അടുത്ത പക്വതയുള്ള തലമുറയ്ക്ക് മുമ്പിൽ അതിലേക്ക് ഭാഗമായ തലമുറയ്ക്ക് മുമ്പിൽ ആ ഓഫീസുകളിൽ എത്തപ്പെടാം. The generation that follow after that man of God have the chance to enter into that office or receive that anointing. ഏലിയാവ് പോയി, പക്ഷേ ഓഫീസ് ഏലിശയുടെ മേൽ വരികയാണ്. We see here, അഭിഷേകം ഏലിശയുടെ മേൽ വരികയാണ്. we see here the anointing that Elijah handled is coming on to Elisha. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകലിലും I believe this today. പെന്തക്കോസ്ത് തലമുറ ഇലെ അഭിഷക്തന്മാർ പലരും ഇവിടുന്ന് പോയി, പക്ഷെ അവരുടെ ഓഫീസുകൾ അടുത്ത പക്വതയുള്ള മക്കൾക്കു വേണ്ടി ഇത് വെയിറ്റിംഗിലാണ്. I believe that many men of God have left this world, but their anointing and their office are waiting for the next generation. അടുത്ത തലമുറയെ കാത്തിരിക്കുകയാണ്. Next generation, it is waiting for the next generation. എന്നെ കൂടെ സമ്മതിക്കുന്നവർ മാത്രം ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Those who can believe with me, can you praise for a moment? അങ്ങനെ സമ്മതിക്കുന്നവർ മാത്രം. Can you just believe with me?
നൂറുകണക്കിന് ദൈവദാസന്മാരുടെ പേര് പറയാനുണ്ട്. ഇവിടെ നിന്ന് ഇന്ത്യയിൽ ശുശ്രൂഷിച്ചവർ, ഇവിടെ തീയിറക്കിയവർ, ഇവിടെ സൂപ്പർ നാച്ചുറലി ചലിച്ചവർ, ഇംഗ്ലീഷുകാരുടെ പേര് തപ്പി കടൽ കടന്നു പോകേണ്ട ആവശ്യമേ ഇല്ല. മധ്യ തിരുവിതാംകൂറിൽ ഇവിടെ വലിയ ചലനമുണ്ടാക്കിയ ഭയങ്കര അപ്പോസ്തലന്മാർ ഇവിടെ ജീവിച്ചിരുന്ന നാടാണിത്. അവരെ പോയിട്ടുള്ളൂ. അവരുടെ ഓഫീസുകൾ, അവരുടെ സീറ്റുകൾ അടുത്താളെ വെയിറ്റ് ചെയ്ത്, അടുത്ത പാകതയുള്ള ആളെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. We do not need to go across continents to seek or go after anointments. In this very land, in this Travancore area, region, we have mighty men of God who were living here, who ministered here, who they have left, but their anointing remains and their office still remains. നിങ്ങൾക്കറിയുമോ, ഈ അപ്പന്മാരിൽ നിന്ന് മക്കളിലേക്ക് പകർച്ച സംഭവിച്ചാൽ, do you know this? If there is an impartation from the father to the children, സംഭവിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. it is difficult that it may happen. സംഭവിച്ചാൽ അത് ഇരട്ടിയായിട്ട് അടിക്കുന്നത്. If it really happens, it happens ഡയറക്റ്റ് വീഴുന്നത് ഡബിൾ അടിച്ചോണ്ടാ തുടങ്ങുന്നത്. It means is when it falls with double portion. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് ഡബിൾ അടിച്ചോണ്ട് ഇത് തുടങ്ങത്തുള്ളൂ. Touch the nearby person and tell that it happens with double portion. അങ്ങനെ ചെയ്തതിന്റെ ഏകദേശമൊക്കെ പകുതിയൊക്കെ വരുന്നെന്ന് പറയുന്നതല്ല, അവൻ ചെയ്തതിന്റെ ഇരട്ടി ചെയ്യിപ്പിച്ചോണ്ടാണ് What does it mean? പകർച്ച സംഭവിക്കത്തുള്ളൂ. More than the father, this man of God who has received the double portion will do double ministry. ഇതിനകത്ത് ഈ പെന്തിക്കോസിന്റെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ വലിയത് ഇരട്ടി ചെയ്യാൻ ഇതിനകത്ത് ചിലർമേൽ ഡബിൾ അടിക്കുകയാണ്. More than the fathers of Pentecost have done to certain people here, God is pouring double portion. ഇവിടെ ജീവിച്ചിരുന്ന എല്ലാ പെന്തിക്കോസിന്റെ എല്ലാ പിതാക്കന്മാരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. We respect and honor all fathers of the Pentecostal community. അവർ ചെയ്തിട്ട് പോയതിന്റെ ഇരട്ടി ചെയ്യാനാണ് കർത്താവ് നിന്നെ മാറ്റി വിളിച്ചേക്കുന്നത്. More than what they have done and gone, God has separated you to do double portion. നിന്റെ വീട്ടിൽ ചിലത് ആ പൊസിഷനിലേക്ക് പൊങ്ങാൻ പോകും. Some of you in your children are going to raise to that position. ഏലിയാവ് നിർത്തിയടത്തുന്ന ഇരട്ടിയോടെ ചെയ്യുകയാണ്. We see that where Elijah stopped, Elisha is starting with double portion. ഡബിൾ അടിക്കുന്ന വാക്യം യേശു പറഞ്ഞത് പറയാം, ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന്. What did Jesus say? Jesus said that you shall do more than what I have done. ഞാൻ ചെയ്തതിലും അധികം ചെയ്യിപ്പിക്കുക. I will make you do more than what I have done. പകർച്ചയാണ് നടന്നതെങ്കിൽ നിന്റെ അപ്പന്റെ മുകളിലായിരിക്കും ദൈവം നിന്നെ. If truly impartation has happened on you, God is going to raise you above your father. എൻ്റെ കൂടെ സമ്മതിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തുതിച്ചാൽ. Can you all believe and accept it? കണ്ണുകൾ അടച്ച് ശബ്ദം ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാൽ. Raise your voice and praise Lord Jesus. നിന്റെ മേൽ പകർച്ച നടക്കുന്നെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമെന്നല്ല, നിന്റെ അപ്പൻ ചെയ്തതിനേക്കാൾ ഇരട്ടി ചെയ്യിപ്പിക്കും. If truly an impartation has happened on you, you are not going to do something in adjustment, but it shall truly be double portion. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, ഇരട്ടി മാറത്തില്ലെന്ന് പറ. ഇരട്ടി മാറത്തില്ല. Touch the nearby person. That double portion will not leave you. ഇരട്ടി മാറത്തില്ല. Double portion will not leave you. Thank you, Jesus. Thank you, Jesus. ഇരട്ടി പങ്ക്. ഈ പുതപ്പ് ഇരട്ടി പങ്കിൻ്റെതാണ്. ഈ മാൻഡിൽ എന്ത് പറയുന്നത് അതിന് പറയുന്നത്, ആ ഓട്ടത്തിൻ്റെ പേരെനിക്കറിയില്ല, ഞാൻ പേര് ഓർക്കുന്നില്ല. ഒരു കമ്പം കൊണ്ട് ഓടുന്ന ഒരു ഓട്ടം ഉണ്ടല്ലോ, ഇങ്ങനെ റിലേ, മാരത്തോൺ റിലേ. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഓടിയവരെ ശ്രദ്ധിക്കണം. അവർക്ക് വേഗത
അവരൊരു മീഡിയത്തിലാണ് ഓടുന്നത്. പക്ഷേ ഈ കമ്പ് ലാസ്റ്റ് വരുന്നവനുണ്ട്. ആദ്യം ഓടിയവനേക്കാൾ എവനാ സ്പീഡ് കൂടുതൽ, എവനാണ് ഇതിനെ കൊണ്ട് എത്തിക്കേണ്ടത്. മുഴുവൻ ഉത്തരവാദിത്വം ഗാലറി മൊത്തം എവനെയാണ് ശ്രദ്ധിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ചിലരോട് പ്രവചനാത്മാവിൽ പറയുന്നു, ഭാരതത്തിന്റെ ലാസ്റ്റ് പിടുത്തം ദൈവം നിന്നെ പിടിപ്പിച്ചേക്കുകയാണ്. ഗാലറി നിന്നെ ശ്രദ്ധിക്കുകയാണ്. നിന്റെ കുടുംബത്തിന് മേൽ എന്തോ അങ്ങനത്തെ വീട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൻ ഓടിയതിനേക്കാൾ 10 കിലോമീറ്റർ കുറച്ചല്ല, 10 മീറ്റർ കുറച്ചല്ല, 10 മിനിറ്റ് കുറച്ചല്ല, അപ്പൻ ഓടിയതിനേക്കാൾ ഇരട്ടി പങ്കോട് ഓടിക്കാൻ ഞാൻ പ്രവചിച്ചു പറയുന്നു. ഇതിനകത്തിരിക്കുന്ന ചില അപ്പന്മാർ കാണാൻ പോകുകയാണ്. അവരുടെ തലമുറ ഇവിടെ ചിലർ ഒഴിച്ചിട്ട സീറ്റിലേക്ക് ദൈവം സെറ്റ് ചെയ്ത് കയറ്റുന്നത് പരിശുദ്ധാത്മാവ് ചിലരെ കാണിക്കാൻ പോകുകയാണ്. Thank you, Jesus. ലാംബ്രബേന ഹർത്തല ജാന ഹസ്സരെ ധേര പ്രഭ യേശു 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 യേശു. ഇപ്പോൾ ഞങ്ങളെ ഓൺലൈനിൽ ഇരുന്ന് കാണുന്ന ഒരു കുടുംബത്തിനോട് പരിശുദ്ധാത്മാവിനോട് ഇടപെടുകയാണ്. Holy Spirit is talking to you. നെയ്ഥൻ എന്ന് പറഞ്ഞ പേരുമായി ബന്ധപ്പെട്ട് in connection to Nathan, ഒരു കുടുംബത്തിന് മേൽ ചിലത് സംഭവിക്കുന്നു, പകർച്ചകൾ സംഭവിക്കും. in connection to that family, impartation is happening. അപ്പന്മാർ നിർത്താൻ പോകുന്ന ഇടത്തു നിന്ന് ഇരട്ടിയോട് അവർ ഓടാൻ പോകുന്നു. He is gonna carry on from where his father ended with double portion. പകർച്ചകൾ സംഭവിക്കുന്നു. Impartations are going to happen. ഈ മണിക്കൂറുകളിൽ നിന്റെ കുടുംബത്തിന് മേൽ എന്തോ ഒരു ടച്ച് ഉണ്ടാകാൻ പോവുകയാണ്. In these hours in your family, certain touch of Holy Spirit is opening. അടുത്ത 7 ദിവസത്തിനകത്ത് നിന്റെ കുടുംബത്തിന് മേൽ ഒരു ടച്ച് ഉണ്ടാകാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം ഉണ്ടാകാൻ പോവുകയാണ്. Next 7 days in your family, you are going to experience a touch of Holy Spirit. ഹറാബാഗ ശാന്തല പ്രഭാൻ. പിതാക്കന്മാരെ ഒതുക്കിയ അനാഥോത്തുകൾ ഇരമ്യാവുമാർ തിരിച്ചു പിടിക്കാൻ പോകുന്നു. The place called Anathoth, which was a place where fathers were killed and subdued. A generation of Jeremiah is gonna take over them. ജെറമ്യമാരോട് ദൈവം പറയുകയാണ്, അപ്പന്മാരെ ഒതുക്കിക്കളഞ്ഞ അനാഥോത്തുകളിൽ തന്നെ സ്റ്റേ ചെയ്യുക. അടുത്ത ചലനം അവിടുന്ന് തന്നെ ഞാൻ തുടങ്ങാൻ പോകുകയാണ്. I prophesy to people like Jeremiah that the place where fathers were subdued, stay in those places, because the next movement is gonna begin there. പകർച്ചകളുടെ ഏലിയാവുമാരുമായി നിന്നെ മീറ്റിപ്പിക്കാൻ പോവുകയാണ്. You are going to connect with Elijahs who have the Spirit of God, who can impart. ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ യൂണിഫോം ധാരികളെയും കർത്താവ് സ്പർശിക്കുന്നു. Those who are watching us in live, those who wear uniform wear. അമേരിക്കൻ മിലിറ്ററിയുടെ ഡ്രസ്സിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, a person who is watching me who is wearing a American country's uniform, ഇന്ത്യൻ മിലിറ്ററിയുടെ ഡ്രസ്സിൽ ശ്രദ്ധിക്കുന്നവർ, and those who are watching us who are wearing Indian military, അമേരിക്കൻ ഗവൺമെന്റിന് വേണ്ടി മറ്റൊരു രാജ്യത്ത് വേറൊരു ഡ്രസ് കോഡിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, and the person who is watching me who for America country in a different country, staying for American country government. കാണുന്നത് യൂണിഫോം ധാരികളെ കർത്താവ് തൊടുകയാണ്. കർത്താവ് എന്നോട് പറയുന്നത് ഈ പകർച്ചകൾ സംഭവിക്കാൻ പോകുകയാണ്. I am saying that people who are wearing
uniforms, God is touching them and impartations are happening. കേരളത്തിന്റെ യൂണിഫോം ധാരികൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ചിലരുടെ മേൽ പകർച്ചകൾ നടക്കാൻ പോകുകയാണ്. And those who are അപ്പന്മാർ നിർത്തിയെടുത്തുനിന്ന് ഡബിളേന്ന് തുടങ്ങാൻ പോകുകയാണ്. those who are wearing ചില കുടുംബത്തിൽ യാഫേത്തിന്റെ കുടുംബത്തിൽ സംഭവിച്ചത് സംഭവിക്കാൻ പോകുന്നു. അപ്പന്മാർ പുറകോട്ട് നടന്നു, മറച്ചു പിടിച്ചു, പുറകോട്ട് നടന്നു, തലമുറ മുമ്പോട്ട് കുതിക്കാൻ പോകുന്നു. What happened in the life of Noah's son Japheth? The same blessing is coming on some of the people here, because fathers walked backward and covered the nakedness. The children are going to move forward. പറഞ്ഞിട്ട് കർത്താവേ ഇത് എന്നോടായിരിക്കാൻ നന്ദി പറയുന്നു. കർത്താവേ, Lord, I pray that what you have said to me, you do it. സമുദ്ര പരിചയമുള്ളവരെ നിന്റെ വീട്ടിലെത്തിക്കാൻ പോകുന്നു. Lord, send people who have familiarity, experience and knowledge of നീ sea. ഫൗണ്ടേഷനെ ശ്രദ്ധിക്കാമെങ്കിൽ നിനക്ക് മുമ്പിൽ എക്സ്പീരിയൻസ് ഉള്ള പാർട്ടികൾ കണക്ട് ആകാൻ പോകുന്നു. If you take care of what foundation you lay, you will have relationships, connections of experienced people. എല്ലാ കണ്ണുകളും അടച്ചു, വായുകൾ തുറന്ന് Let കർത്താവിനെ every eyes be closed. ഓൺലൈനിൽ ഇരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. Lord, we pray and bless those who are watching us. അത്ഭുതമാകട്ടെന്ന് പ്രാർത്ഥിക്കും. We pray that let them become a blessing. ദൈവത്തിന്റെ വഴികൾ അവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ. Lord, let the doors and ways open for ഇപ്പോൾ them. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയോട് കർത്താവ് പറയുന്നു, ദൈവം നിനക്ക് തലസ്ഥാന നഗരിയിൽ വീട് തരാൻ പോകുകയാണ്. A person who is watching, a sister who is watching me, God is going to give you a gift in the capital city where you are. ഉള്ളൂരുമായി ബന്ധപ്പെട്ട ദൈവം ഒരു ഡോർ നിനക്ക് And തുറക്കുകയാണ്. God is going to open a door in connection to Ullur. എന്നോട് എന്റെ കൂടെ സമ്മതി ഇതിനകത്ത് ബാക്കിയുള്ളവർ വീടുകളുടെ കീകൾ ദൈവം ഏൽപ്പിക്കുന്നു ചിലരുടെ കൈ. Lord ഈ is giving keys of house. ഉണർവുകളുമായി ചിലരെ മാറ്റി പാർപ്പിക്കുന്നു. നിലമുഴുതുകൊണ്ട് നിന്ന ഏലിശമാരെ ചുമതല മാറ്റി ഏലിയാവുമാരുടെ കൂടെ കൂട്ടിയതുപോലെ ചില ഉണർവുകളുടെ കൂട്ടിലേക്ക് ചിലർ മാറ്റി താമസം വെക്കാൻ പോകുന്നു. As Elisha was ചിലർ growing, മാറി താമസം കൊണ്ടുവരാൻ പോകുന്നു. ഇതിനോട് കർത്താവ് പറയുന്നു, ഇതിന് ചുറ്റും ഞാൻ ഈ 2-3 ആഴ്ച കൊണ്ട് കാണുകയാണ്, ഈ ഹോളിന് ചുറ്റും നമ്മുടെ വീടുകൾ കയറി വരാൻ പോകുന്നു. ഇതിന് ചുറ്റിലേക്കും ചിലരെ കർത്താവ് എത്തിക്കാൻ പോകുന്നു. Amen. സൂപ്പർ നാച്ചുറലി ചിലർക്ക് വഴി തുറക്കാൻ പോകുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കൃപ കൊണ്ട് ദൈവം നിറച്ചാട്ടെ.